ഹലോ. ഏഹ്, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എമ്പുരാൻ സിനിമയുടെ ടീസർ. മോഹൻലാൽ, നമ്മുടെ പത്മശ്രീ ഭരത് മോഹൻലാൽ. ഐ തിങ്ക് ഹീസ് റിട്ടേൺ ബാക്ക്. ഐ തിങ്ക് ഈസ് ബാക്ക്. ഒരു ഒരു ഇടവേള ഒരു ഇടവേള കഴിഞ്ഞ് നമ്മുടെ ലാലേട്ടൻ തിരിച്ചു വരണം, തിരിച്ചു വരട്ടെ, തിരിച്ചു വരും എന്നുള്ളൊരു ആഗ്രഹത്തിൽ തന്നെ പറയുന്ന വീഡിയോ തന്നെയാണ്. ഏം, നമ്മുടെ ലാലേട്ടൻ എന്തൊക്കെയോ അഭിനയത്തിലോ എന്തോ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് കുറെ നാളുകളായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അത്ര സിനിമകളൊക്കെ ഇപ്പോൾ ലാസ്റ്റ് ബറോസോയിലും അതിന് മുന്നേ ഇറങ്ങിയ രണ്ട് പടങ്ങളൊക്കെ ഫ്ലോപ്പായ പടമാണ്. ഇനി വരാൻ പോകുന്ന മോഹൻലാലിന്റെ അഭിനയത്തിൽ നമ്മൾ ഒരിക്കലും ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ആ, ആളുടെ അഭിനയം അൺപ്രഡിക്റ്റബിൾ ആണ്. പല സിനിമകളും മോശമായിട്ടുണ്ട്, പല സിനിമകളും നന്നായിട്ടുണ്ട്. നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ വളരെ നന്നായിട്ടുള്ള സിനിമകളുണ്ട്, വളരെ മോശമായിട്ടുള്ള സിനിമകളും ഉണ്ട്. ഏഹ് എമ്പുരാൻ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഐ ഹി ഐ തിങ്ക് ഹി ഡൺ ഇറ്റ്. പൃഥ്വിരാജ് നല്ല നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും. പൃഥ്വിരാജ് നല്ല സപ്പോർട്ട് മോഹൻലാലിന് വേണ്ടി കൊടുത്ത് മോഹൻലാലിന് ഒരു തിരിച്ചു വരണ രീതിയിലുള്ള പടം ഇറക്കിയിരിക്കുകയാണ്. സാഗറിലെ ജാക്കിയുടെ ഒക്കെ ചെറിയ ലുക്ക് ഉണ്ട് ആള് വരുമ്പോ അല്ലെ. സാഗറിലെ ജാക്കിയുടെ പോലെ ഉള്ള ഒരു ആക്ട് ആയിരിക്കില്ല. എന്നാൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു 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 നല്ലൊരു അഭിനയം, നല്ലൊരു സിനിമയാണെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നല്ല സിനിമ തന്നെ ആയിരിക്കും. അത്യാവശ്യം ബഡ്ജറ്റിൽ ഇറക്കിയിട്ടുള്ള സിനിമയാണത്. ഇപ്പൊ ഉണ്ണിമുകുന്ദന്റെ മാർക്കോ കഴിഞ്ഞതിന് ശേഷം ഏഹ്, ഒരു ഇമ്പാക്ട് വരാൻ പോകുന്ന സിനിമ എനിക്ക് തോന്നുന്നത് എമ്പുരാൻ തന്നെയായിരിക്കും. ഉം. എമ്പുരാൻ എമ്പുരാൻ തന്നെയായിരിക്കും. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് പൃഥ്വിരാജ് മോഹൻലാൽ കൂട്ടുകെട്ടിലൂടെ ഒരു സിനിമ വരുന്നത്. എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ, മോഹൻലാൽ എന്ന നടനെ ചൂഷണം ചെയ്ത് ഇവിടെ പല സിനിമ പിടുത്തക്കാരും കളിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. മോഹൻലാൽ എന്ന ആക്ടറിനെ വെച്ച് ഏഹ്, പല വളരെ ചീപ്പായിട്ടുള്ള സിനിമകളൊക്കെ ഇറക്കി മോഹൻലാലിന്റെ എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ്. മോഹൻലാൽ ദയവ് ചെയ്ത് അങ്ങനെയുള്ള സിനിമകൾ അഭിനയിക്കാതിരിക്കും. സെലക്റ്റീവ് ആയിട്ടുള്ള നല്ല സ്റ്റോറികൾ ആയിട്ടുള്ള സിനിമകൾ അഭിനയിക്കൂ. ഏഹ് നമ്മുടെ പഴയ ലാലേട്ടന്റെ സിനിമകളുമായിട്ട് ഇപ്പോൾ സിനിമകളും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഏഹ് അത് എനിവേ, ഞാനൊരു വലിയ മോഹൻലാലിന്റെ ആരാധകനാണ്. അതുകൊണ്ട് തന്നെ മോഹൻലാലിന്റെ സിനിമകള് ഹിറ്റ് ആവണം തന്നെയാണ് എന്റെ ആഗ്രഹം. ഉം, നമ്മുടെ വേൾഡിലെ 10 ബെസ്റ്റ് ആക്ടേഴ്സിൽ നോക്കി കഴിഞ്ഞാൽ മോഹൻലാലിന്റെ പേര് എന്തായാലും ഉണ്ടാവും. എന്തായാലും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അതിനുമായി ഒരു ഒരു കിടപിടിക്കുന്ന ഒരു അഭിനയമായിരിക്കണം. ചുമ്മാ ഒരു 10 ചുമ്മാ അങ്ങനെ ഒരു നല്ലൊരു ആക്ടർ ആളുടെ ഒരു ശരിയായ കഴിവ്, ശരിയായ ആക്ട് സിനിമയിൽ വരുത്താൻ ഡയറക്ടേഴ്സിന് കഴിയണം. അവിടെയാണ് സിനിമയുടെ വിജയം. ഇപ്പോ മോഹൻലാൽ എന്ന് പറഞ്ഞ നടനെ വെച്ച് ഡയറക്ടേഴ്സ് അഭിനയ ഡയറക്ടേഴ്സിന് ഒരു വലിയ പങ്കുണ്ട്. അവരാണ് മോഹൻലാൽ എന്ന ഒരു നടനെ വന്നിട്ടുള്ളത്. ഒരു അഭിനയം മോഹൻലാൽ അഭിനയിക്കുന്നു. എന്നിരുന്നാലും ഡയറക്ടേഴ്സിനും ക്യാമറമാനും ഒക്കെ ഒരു വലിയൊരു പങ്കുണ്ട്. അപ്പോ അതിൽ നല്ലൊരു ഡയറക്ടർ ആയില്ലെങ്കിലോ, ക്യാമറ നല്ല രീതിയിലായില്ലെങ്കിൽ ഏഹ്, ചിലപ്പോൾ മോഹൻലാലിന്റെ അഭിനയം ചിലപ്പോൾ അത് ജനങ്ങളിലേക്ക് എത്തില്ല. അപ്പോ ഇവിടെ എന്ത് തന്നെ ആയാലും നമ്മുടെ എമ്പുരാൻ നല്ല ഒരു വൻ വിജയമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നമുക്ക് ശേഷം ഇനി സിനിമ കണ്ടിട്ട് ഇനി അടുത്ത റിവ്യൂ
അല്ല റിവ്യൂ അല്ല, അതേ റിവ്യൂ പറയാം. ഓക്കെ. ഓക്കെ.